ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കഴിഞ്ഞ ലോങ് വീഡിയോയിൽ ഞാൻ കുളത്തൂപ്പുഴ എത്തിയെന്നും പറഞ്ഞിട്ടാണ് ആ വീഡിയോ നിർത്തിയത്. അതിൻ്റെ ബാലൻസ് വീഡിയോ ആണ്, എല്ലാവരും കാണുക. അങ്ങനെ ഞങ്ങൾ കുളത്തൂപ്പുഴ എത്തിയിട്ട് ഞങ്ങൾ പോകുന്നത് ശ്രീ ശാസ്ത ടെമ്പിളിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ കാണുന്ന പാലം കയറി വേണം നമുക്ക് ആ ക്ഷേത്രത്തിലെത്താൻ. ഇതാണ് ടെമ്പിള്. ഇവിടെ ആയിട്ട് കല്ലടയാറ് ഒഴുകുന്നുണ്ട്. സൈഡിലായിട്ടും ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടും ഈ ആറ് ഒഴുകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സൈഡിലോട്ട് പോയിട്ട് ഈ ആറ് കുറച്ച് നേരം കണ്ടു. അങ്ങനെ ആളോ തിരക്കോ ഒന്നും ഇല്ലായിരുന്നു, കണ്ടു. ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തായിട്ട് ഒഴുകുന്ന നദിയിൽ നിന്ന് ആർക്കും മീനുകളെ പിടിക്കാനോ കടവിലിറങ്ങി മീനെ പിടിക്കാനോ അനുവാദമില്ല. അവിടെ എല്ലാം കുറച്ച് നേരം നടന്നിട്ട് ഞങ്ങൾ പിന്നെ വിചാരിച്ച് ഫ്രണ്ടിലോട്ട് പോകാമെന്നും കയറി വന്ന പാലത്തിൻ്റെ അടുത്തോട്ട് പോയി. ഇവിടെ നിന്ന് നമുക്ക് മീന് വേണ്ടിയിട്ടുള്ള മലര്, കപ്പലണ്ടി എന്ത് വേണമെങ്കിലും വാങ്ങിച്ചിട്ട് നമ്മൾ ഇഷ്ടം പോലെ വാങ്ങിച്ചു. പിന്നെ ഓരോരുത്തർ നേർച്ചയായിട്ട് വന്ന് മീന്, മലര്, കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്ന കാണാം. എന്തോ ത്വക്ക് രോഗം അങ്ങനെയൊക്കെ വിശ്വാസത്തെ പുറത്ത് എല്ലാവരും വന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കും. ഇഷ്ടംപോലെ പേര് വന്ന് ഇതുപോലെ ചെയ്യാറുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് പണി നടക്കുന്നുണ്ട്. ഇനി പണി നടക്കുന്ന കാരണമാണോ എന്താണെന്നറിയത്തില്ല, ഈ പ്രാവശ്യം മീനുകളില്ലായിരുന്നു. ഞങ്ങൾ പാലത്തിൻ്റെ മുകളിൽ വന്നും നോക്കി മലരിട്ട് കൊടുക്കാൻ, പക്ഷേ മീനുകൾ ഇപ്രാവശ്യം ഇല്ലായിരുന്നു. ഈ കാണുന്ന പോലെയൊക്കെ ഉള്ളായിരുന്നുള്ളൂ. അവർക്ക് ഇഷ്ടംപോലെ മീനെ കാണുന്നതായിരുന്നു. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. മീനുകൾ കുറവായതുകൊണ്ട് പാതി മലര് ബാക്കിയായി. അങ്ങനെ ഞങ്ങളൊരു കിണറിൻ്റെ ഭാഗത്ത് വന്നിരുന്നപ്പോഴത്തേന് കൈ നോക്കാനൊരു മാമ വന്ന് എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്തിട്ട് അടുത്തായിട്ടൊരു ബദാം മരം നിൽക്കുന്നു, കുറേ ബദാം കായും കിടക്കുന്നു. അങ്ങനെ ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് അവന് കൊടുക്കാനായിട്ട്. അവനിത് എന്താണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. അവൻ നോക്കിക്കൊണ്ട് നിൽക്കും, ആദ്യമായിട്ട് അവൻ കാണുന്നത്. എന്നാലും അവൻ പോയി എപ്പോഴേ കുറച്ച് പറക്കിക്കൊണ്ട് അടുത്ത് വന്ന് ഇരുന്നിട്ട് അവന് കൊടുത്ത് തിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവന് സ്വന്തമായിട്ട് പൊട്ടിക്കണം. കല്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരേ നിർബന്ധം. പിന്നെ അവിടെ നിന്നാൽ ശരിയാവത്തില്ലല്ലോ, ഇട്ട് കരയിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ എടുത്തെടുത്തോട്ട് പോകാമെന്നുള്ള പ്ലാനിങ്ങിൽ തെന്മലയിലോട്ട് പോയി. അങ്ങനെ കുളത്തൂപ്പുഴ തെന്മല റൂട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും റോഡിൻ്റെ സൈഡിലായിട്ട് നമുക്കിങ്ങനെ ഒരു ആറ് പോലെ കാണാൻ പറ്റും. അവിടെ നല്ല ഭംഗിയാണ് കാണാൻ. ഈ പോകുന്നവർ കുളിക്കാനും വണ്ടിക്കാരും വണ്ടി കഴുകലും അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ പേര് അവിടെ ഇറങ്ങാറുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾ പോയപ്പോൾ ആരും ഇല്ലായിരുന്നു. അങ്ങനെ അതിൻ്റെ വലത്തേ സൈഡിലോട്ട് തന്നെ ഒരു കുഞ്ഞു വഴിയുണ്ട്. ആ വഴിയെ പോയാൽ നമുക്ക് ഇതിന് ഉള്ളിലോട്ട് പോകാൻ പറ്റും. ഇതിൻ്റെ അപ്പുറഭാഗം നല്ല കാടാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേന് നിന്നപ്പോൾ കുറേ വട്ടം കൊണ്ട് ചോദിക്കുന്നു, ഞാനൊന്ന് വെള്ളത്തിൽ ഇറങ്ങട്ടെ എന്നുള്ള ചോദ്യം. അങ്ങനെ വെള്ളത്തിൽ കുറച്ച് നേരം നിർത്തിയിട്ട് പിന്നെ ഞങ്ങൾ അടുത്തോട്ട് പോയി. കുറച്ച് നേരം അവിടെ നിൽക്കാൻ പറ്റത്തില്ല, പിന്നെ വീണ്ടും വെള്ളത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം ഒരു റോഡ് കണ്ടു വലത്തോട്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ച് കയറിയേക്കാമെന്നും പറഞ്ഞ് ഞങ്ങളങ്ങനെ കയറി പോയപ്പോഴത്തേന് വീണ്ടും ഒരു പാലം പോലെ കണ്ടിട്ട് പാലത്തിൻ്റെ കുറച്ച് ഉള്ളിലോട്ട് പോയി. അവിടെയൊക്കെ ആയിട്ട് പശുക്കളിൽ നിന്ന് പോച്ചയൊക്കെ തിന്നുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി. ഈ കാണുന്ന പോലെ തന്നെ അങ്ങോട്ട് പോയിട്ട് പിന്നെ പോകണ്ടെന്ന് വിചാരിച്ച് കുറച്ച് പോയിട്ട് ആരെയും കാണുന്നില്ല, വണ്ടികളൊന്നും കാണുന്നില്ല. എന്തായാലും അവിടെ എത്തിയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാമെന്നുള്ള പ്ലാനിങ്ങിൽ തിരിച്ചിറങ്ങി. നമ്മൾ ഈ കയറുന്ന വശത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, ഈ കാണുന്ന പോലെ വീടുകളും ഒക്കെ ഉണ്ട്. പക്ഷെ അകത്തോട്ട് പോയാൽ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് പിന്നെ പോയത് തെന്മലയിലോട്ട് പോയി. നമുക്ക് തെന്മല കയറിയിട്ട് തെന്മലയിൽ നിന്ന് ആര്യങ്കാവ്, എസ് വളവ്, ചെങ്കോട്ട അങ്ങനെ തമിഴ്നാട്ടിലോട്ട് പോകാൻ പറ്റും. അങ്ങോട്ട് പോയ ബോർഡറാണ്. അങ്ങനെ ഞങ്ങൾ പോയി തെന്മല ഡാമിലെത്തി. അവിടെ എത്തിയപ്പോൾ കയറണോ വേണോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ വിചാരിച്ച് കയറാമെന്ന് പറഞ്ഞ് കയറി. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ടിലത്തെ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി. എന്നാലും അതിൻ്റെ ഉള്ളിലോട്ട് കയറി. കുഞ്ഞിനെ കൊണ്ടുപോയില്ല, കുഞ്ഞിനെ താഴെ നിർത്തിയിട്ടാണ് പോയത്. ഈ കാണുന്ന പോലെ വളഞ്ഞു കയറാതെ ആ ക്രോസിന് കാണുന്ന ഇതുവഴി കയറി അത്രയും നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ വഴി കയറി. ചെന്തുരുണി ഇക്കോ ടൂറിസത്തിൽ പെട്ടതാണ് ഈ ഡാം. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, നമുക്ക് പോയി ബോട്ടിങ്ങിന് പോവാം. പക്ഷെ ഞങ്ങൾ ഈവനിങ് വന്നത് കാരണം ഇത് ക്ലോസിങ് ടൈമാണ്, അതുകൊണ്ട് ഞങ്ങൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല. അങ്ങനെ പോകണം. ഇത്ര കയറിയപ്പോഴേ വയ്യ, ഇനി ആ കാണുന്ന അത്രയും ദൂരത്തിൽ ഇറങ്ങാൻ വയ്യ. അതുകൊണ്ട് ഈ ഭാഗത്തുനിന്ന് കയറിയ ഭാഗത്തൂടെ തന്നെ തിരിച്ചിറങ്ങി പോവാം, അതായിരിക്കും നല്ലത്. അങ്ങനെ ഫുള്ളേ നടന്ന് കണ്ടിറങ്ങി വന്നില്ല. കാരണം പണ്ടൊക്കെ ഞങ്ങൾ വരുമ്പോഴത്തേനും വണ്ടി കയറ്റാൻ പറ്റുമായിരുന്നു, ഇപ്പോൾ വണ്ടി കയറ്റാൻ പറ്റത്തില്ല. അത് കാരണം കുറച്ച് കയറിയപ്പോഴേ വയ്യ. അത് കാരണം തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ച്. ഒരു ഇളം വെയിൽ പോലായിരുന്നു ആ സമയം, വൈകുന്നേരമായി. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് തിരിച്ച് വന്ന വഴിയെ തന്നെ ഇറങ്ങാമെന്നുള്ള പ്ലാനിങ്ങിൽ അങ്ങനെ ഇറങ്ങി. കുട്ടവഞ്ചിയിലാണ്
ഈ കൊണ്ടുവന്നത്. അവിടെ ചെന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം, കയറാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് ലേറ്റായ കാരണം പോയിക്കൊണ്ടിരുന്നപ്പോൾ ചെറിയ ചത്തൽ മഴ. അപ്പോൾ ഇച്ചുവിന് റെയിൻകോട്ട് ഇട്ട് കൊടുത്താൽ അപ്പോൾ അവിടെ ഒരു കാ നിൽക്കുന്നു. ഈ കാ എൻ്റെ കുഞ്ഞിലേ സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും എല്ലാം തിന്നും. എൻ്റെ പേര് പക്ഷേ എനിക്ക് ഇതുവരെ അറിയത്തില്ല. നല്ല ടേസ്റ്റ്. അതിൻ്റെ കായലകത്തേക്ക് ഇരിക്കുന്ന ആ ഒരു കായും ചെറിയ മധുരവും. അങ്ങനെ അവനത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും മഴ പെയ്തു. അത് കാരണം ഞങ്ങൾ റെയിൻകോട്ട് ഇട്ട് പിന്നെ മൊബൈൽ അങ്ങ് ഉള്ളിൽ വെച്ച് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.